ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ കിഴങ്ങ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും അതിലേറെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. ഒരു 10-20 വർഷം മുന്നേ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് കൃഷി ചെയ്യുമായിരുന്നു ഈ ചേമ്പും ചേനയൊക്കെ. ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാവുന്ന ഒരു കറിയാണിത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാമെങ്കിലും കഞ്ഞിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ചേമ്പാണ്. ചേമ്പ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചതും വേണം. പിന്നെ ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഞാനൊരു 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഈ ചേമ്പ് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേനും ചേമ്പ് നന്നായിട്ട് വെന്തുണ്ടാവും. ഇത് ചേമ്പ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് അതിലെ പ്രഷർ മുഴുവൻ പോകണ വരെ ഞാൻ വെച്ചു. അതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചേമ്പ് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കൊന്നും വേണ്ട, ചെറുതായിട്ട് അവിടെയും ഇവിടേക്ക് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചേമ്പ് കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കണമെന്ന്. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛമ്മേനെ ഓർമ്മ വരും. അച്ഛമ്മയുടെ സ്പെഷ്യൽ കറികളിൽ ഒന്നാ ഇത്. ഇപ്പോൾ ഇതാ ചേമ്പൊക്കെ ഇവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്തു. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ബ്രൗൺ കളറാവണം, അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉള്ളി മൂപ്പിച്ചുണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ്. അധികം ഡെക്കറേഷനൊന്നും ഇല്ലാതെ അമ്മമാരുണ്ടാക്കണ ഇതുപോലത്തെ എളുപ്പക്കറികൾക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണാവോ അതിൻ്റെ മാജിക്ക്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാച്ചാലും കറിക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പറഞ്ഞിതാ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉണക്കമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഉണക്കമുളക് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രുചി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ മുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചേമ്പ് ഇതിലേക്ക് ചേർക്കാം. നമ്മളെ ഉള്ളി മൂക്കണ സമയം കൊണ്ട് ഇതാ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ കറീന് ഒരു ഒഴിച്ചു കറിയുടെ കണത്തിലൊന്നും കൂട്ടാൻ പറ്റില്ല, ഒരു പുഴുക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു കറി. ഇനി ഉള്ളി മുളകും ഒക്കെ എല്ലായിടത്തും എത്തണ പോലെ നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ണ പോലെ ഇരിക്കുന്ന ചേമ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് അപാര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കറി നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. തേങ്ങ ചിരകിയത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. തേങ്ങ ചതക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായി മിക്സാക്കി എടുത്തപ്പോഴത്തേനും കറി ഇതവിടെ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ള കറിയോ അല്ല, ഒരുപാട് തിക്കായിട്ടുള്ള കറിയോ അല്ല. ഇതാണ് ഈ കറിയുടെ പാകം. ഇപ്പം നമ്മുടെ ഉള്ളി കുത്തിക്കാച്ചിയ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.